ഹലോ, ഇന്നൊരു പുതിയ വീടിൻ്റെ കുറ്റൂശ പരിപാടിയിലേക്ക് പോവാണ്. അതായത് പാല് കാച്ചൽ കഴിഞ്ഞ് പിന്നെ നടത്തുന്നൊരു പരിപാടി. അപ്പോൾ അതായത് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ വെറുതെ മുറ്റത്തൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. മണ്ണ് മുറ്റം തന്നെയാണ്, കല്ലൊന്നും പതിച്ചിട്ടില്ല. പിന്നെ സൈഡൊക്കെ കെട്ടി ചെടി വയ്ക്കാനുള്ള സൗകര്യമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഉമ്മറം. ഒരു ചെറിയ സിറ്റ് ഔട്ടാണ്, അതിനോട് ചേർന്ന് തന്നെ ഒരു പൂജാ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പൂജാ റൂമാണ്. ഡോറൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെൻറ്റിലേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു. ഹോളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു TV സ്റ്റാൻഡാണ് കേട്ടോ. നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഷോപ്പ് പീസൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് ഈ ടേബിൾ ഒരു ഹൈലൈറ്റ് ടേബിളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായ ഈ പിക്ചറിലേക്കാണ്. ഈ പിക്ചറിൻ്റെ രണ്ട് സൈഡിലാണ് ബെഡ്റൂമും കിച്ചണും വരുന്നത്. ഇത് നമ്മുടെ സ്വന്തം കുട്ടി വരച്ച പിക്ചർ തന്നെയാണ്, അവന്തിക വരച്ചതാണ്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഒരു സിമ്പിൾ അടിപൊളി ബെഡ്റൂമാണ്. ഇവിടെ ഒരു മേക്കപ്പ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഒരു അലമാര കബോർഡ് വരുന്നുണ്ട്. അതൊന്നും ഭയങ്കര വലുതല്ല, ഒരു ആവശ്യത്തിന് മാത്രം വലുപ്പമുള്ള സാധനങ്ങളാണ്. പിന്നെ ഒരു ചെറിയ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ റൂമിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുന്നത് കിച്ചണിലേക്കാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് കിച്ചൺ ഒരൊറ്റ കിച്ചണാണ്, രണ്ട് കിച്ചണൊന്നുമില്ല. പക്ഷേ ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നിറച്ച് സ്റ്റോറേജാണ് കേട്ടോ. ഇവിടെ വരെ ഒരു കളർ തീം എല്ലായിടത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗ്രീൻ കളർ ഫർണിച്ചേഴ്സിലും പിന്നെ ഈ കബോർഡിലും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ സാധനങ്ങളോടൊക്കെ ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഈ കളറും കൂടി വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ കിച്ചണിലെ ഒന്ന് രണ്ട് സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഈ സ്റ്റോറേജ് സ്പേസിൽ പ്രധാനമായിട്ടും ഈ ടൈപ്പ് കബോർഡ് വർക്ക് നല്ല സഹായമാണ്. നമ്മൾ വലിച്ചിട്ട് ഇത് പുറത്തേക്ക് വരുന്നത് കുറേ സാധനങ്ങൾ അവിടെ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കാണുന്നത് നമ്മുടെ വെജിറ്റബിൾസ് വെക്കാനുള്ളൊരു ഏരിയ ആണ്. സെപ്പറേറ്റ് സാധനമൊന്നും വേണ്ട, നമുക്ക് ഇത് നല്ല വൃത്തിക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. ഇത് നല്ല ഉപകാരമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കിച്ചൺ. ഒറ്റ കിച്ചൺ ആണെങ്കിലും എല്ലാം ഉണ്ട് ഇതിൽ. നല്ല ഭംഗിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് കുറച്ച് വരാന്ത പോലെ കുറച്ച് സ്പേസ് ഉണ്ട്, അതും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് നേരെ മുകളിലേക്ക് പോണേക്കാൾ മുന്നേ നമുക്ക് ഇവിടുത്തെ വാഷ് ബേസിലൊന്ന് നോക്കാം. ഒരു സിമ്പിൾ വാഷ് ബേസ്, കുറച്ച് സ്റ്റോറേജ് ഏരിയയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുണ്ട് കാണാൻ. ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടടുത്തൊരു റൂമുണ്ട് ഈ വാഷ് ബേസിനോട് ചേർന്നിട്ട്. ആ റൂമും ഇതുപോലെ തന്നെ ഒരു കബോർഡും പിന്നെ ഒരു മേക്കപ്പ് സ്പേസും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. ഇവിടെ കബോർഡിൻ്റെ അകത്തായിട്ടാണ് ഇവിടുത്തെ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഉണ്ടെന്ന് തോന്നുകയില്ല, പക്ഷേ അത് തുറന്നാലാണ് നമ്മളത് കാണാൻ പറ്റുക. ഒരു സാധാ നോർമൽ ബാത്റൂം തന്നെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മുകളിലാണ് എത്തിയിട്ടുള്ളത്. മുകളിൽ ഫസ്റ്റ് റൂമാണ്. ഇതൊരു സ്റ്റഡി റൂം മാതിരിയാണ്. അത് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ പകരമായിട്ടാണ് ആ രണ്ടെണ്ണം അവിടെ ഉള്ളത്. വീട്ടിലെ രണ്ട് കുട്ടികൾക്ക് രണ്ട് സൈഡിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തതാണ്. പക്ഷേ നല്ലതായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ അലമാരയ്ക്ക് മിറർ ഇല്ല കേട്ടോ. കുട്ടികൾ പഠിക്കുന്ന റൂമിൽ മിറർ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പോകേണ്ടത് വേറൊരു റൂമിലേക്കാണ്. അവിടെ ഈ സെയിം റൂം തന്നെയാണ്. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. ഇതിവിടെ ഹൗസ് വാമിങ് ആയ കാരണം നിറയെ ആൾക്കാരായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് അതിൻ്റെ എല്ലാ പരിമിതികളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലാണ്. ഇവിടുത്തെ ബാൽക്കണി നല്ല പ്രത്യേകതയുള്ള ബാൽക്കണി ആട്ടോ. ഇത് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് റൂഫൊക്കെ ഉള്ള നമുക്ക് വെറുതെ ചായയൊക്കെ കുടിച്ച് ഇരിക്കാൻ പറ്റിയൊരു ബാൽക്കണിയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ ഓപ്പൺ ബാൽക്കണിയാണ്. അതായത് നമുക്കൊന്ന് മഴ കൊള്ളാനോ പിന്നെ ഒന്ന് ഓപ്പണായിട്ട് നമുക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ തോന്നുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ തോന്നുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. ഒരു വോൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് ബാൽക്കണിയും. നമ്മുടെ ചെയർ ഇട്ടിരിക്കുന്നത് റൂഫുള്ള ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ചെറിയ ചെറിയ ബാൽക്കണിയാണ്, പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ബാൽക്കണീൻ്റെ താഴത്തേക്ക് ഒന്ന് നോക്കി പിന്നെ നമ്മൾ തിരിച്ച് പോവാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു സ്ഥലത്തേക്കാണ്. ഇതിൻ്റെ റൂഫ് ഷീറ്റാണ്. അത്യാവശ്യം ഏരിയ ഉണ്ട്. ടൈൽസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു വർക്കൗട്ട് ഏരിയ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാർട്ടി സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ തറ്റത്ത് ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണുന്ന ഗേറ്റാണ് ഇവരുടെ വലിയ വെഹിക്കിൾസ് വരുന്ന ഗേറ്റ്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ ഫുഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഫുഡ് ബിരിയാണിയുണ്ട്, മന്തിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ട് അവിടുന്ന് പോന്നു. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.